നമസ്കാരം. UQ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരൂർക്കാട് അരിപ്രയിൽ ബസ് അപകടം. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജനപക്ഷ യാത്രക്കിടെ കലോത്സവം തടസ്സപ്പെടുത്തിയ സംഭവം. നേതാക്കൾക്കെതിരെ നടപടി. ട്രാഫിക് സിഗ്നൽ മറച്ച് ഇരുമ്പ് പോസ്റ്റ് സ്ഥാപിച്ചത് യാത്രക്കാർക്ക് പ്രയാസമാകുന്നതായി പരാതി. ഞാൻ സീമ രവീന്ദ്രൻ. വാർത്തകൾ വിശദമായി. തിരൂർക്കാടിന് സമീപം അരിപ്രയിൽ ബസ്സുകൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും നിസ്സാരമായി പരിക്കേറ്റു. അമിത വേഗമാണ് അപകട കാരണമെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം നടന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നും മഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന പറച്ചിക്കോട്ടിൽ ബസ്സും എതിർദിശയിൽ നിന്ന് വന്ന TVR ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർക്കും മുൻസീറ്റുകളിൽ ഇരുന്ന ഏതാനും യാത്രക്കാർക്കും നിസാരമായ പരിക്കേറ്റു. പരിക്കേറ്റവർ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. താഴെ അരിപ്രയിലെ ബസ് സ്റ്റോപ്പിൽ നിന്നും യാത്രക്കാരെ ഇറക്കി മുന്നോട്ടെടുത്ത ബസ്സിനെ മഞ്ചേരി ഭാഗത്തു നിന്നും അമിത വേഗത്തിൽ വന്ന TVR ബസ് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പറച്ചിക്കോട്ടില് ബസ് അവിടെ സ്റ്റോപ്പിൽ നിർത്തിക്കാണ്ട് കുട്ടികളെ കയറ്റാണ്ട് അവിടുന്ന് മെല്ലെ സാവധാനം ഇങ്ങനെ ഇറങ്ങിയിരുന്നു. അപ്പോഴാണ് TVR അവിടെ നല്ല സ്പീഡിലാണ് വന്നത്. ആ വളവിന്ന് നല്ല സ്പീഡിൽ നല്ല ഒന്നായിട്ടാണ് ഓടിക്കുന്നു. അപ്പോൾ നിയന്ത്രണം വിട്ടിക്കാണ്ട് പറച്ചിക്കോട്ടിൽ വന്നാൽ ഇടിക്കുന്നു. അതേസമയം നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടും അമിത വേഗത തുടരുന്ന ബസ് ജീവനക്കാർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി. അമിത വേഗതയിൽ ഓടുന്ന ബസ്സുകളെ ഇനി മുതൽ റൂട്ടിൽ സർവീസ് നടത്താൻ അനുവദിക്കുകയില്ലെന്ന തീരുമാനത്തിലാണ് നാട്ടുകാർ. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ. ഇവർക്ക് ടൈമൊന്നുമില്ല. ഇവരെ ബസ് വരുന്നു പോകണു. ഒരു പേര് പറഞ്ഞിട്ട് എന്താണ് അങ്ങാടിപ്പുറത്ത് ബ്ലോക്ക് ഉണ്ട്, അത്രേ ഉള്ളൂ. എന്നിട്ട് ഇതിലെ സ്പീഡ് ഓവർ സ്പീഡ് ഏത് ബസ് നിർത്തലില്ലേ. ജനപക്ഷ യാത്രക്കിടെ കലോത്സവം തടസ്സപ്പെടുത്തിയ പെരിന്തൽമണ്ണയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ നടപടി. ഒരാളെ സസ്പെൻഡ് ചെയ്തു. 3 പേരെ താക്കീത് ചെയ്ത നേതൃത്വം ഒരാൾക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകി. KPCC പ്രസിഡന്റ് VM സുധീരൻ നയിക്കുന്ന ജനപക്ഷയാത്രയ്ക്ക് പെരിന്തൽമണ്ണയിൽ സ്വീകരണം നൽകുന്നതിനിടെ ഉപജില്ലാ കലോത്സവം തടസ്സപ്പെടുത്തിയ സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. പ്രവർത്തകനായ പട്ടത്ത് അബ്ദുൽ ഖാദറിനെയാണ് പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബെന്നി തോമസ്, സ്വാഗത സംഘം ചെയർമാൻ V ബാബുരാജ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MM സക്കീർ ഹുസൈൻ എന്നിവരെ കർശനമായി താക്കീത് ചെയ്തു. കഴിഞ്ഞ 13-നാണ് ജനപക്ഷയാത്രാ സ്വീകരണ ചടങ്ങിനിടെ കലോത്സവ വേദിയിൽ നിന്നുള്ള ശബ്ദത്തെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കലോത്സവ വേദിയിലെത്തി LP വിഭാഗം അറബിക് പദ്യം ചൊല്ലൽ തടസ്സപ്പെടുത്തിയത്. VN സുധീരന്റെ നിർദ്ദേശപ്രകാരം ജനപക്ഷയാത്രയുടെ മലപ്പുറം ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണനാണ് അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചത്. ജനപക്ഷയാത്രയുമായി സഹകരിക്കാത്തതിനാണ് DCC സെക്രട്ടറി ബെന്നി തോമസിനെതിരെ നടപടി. യാത്രാ സ്വീകരണ പരിപാടിക്കിടെ ജാഗ്രത കാണിച്ചില്ലെന്നതിന്റെ പേരിലാണ് V ബാബുരാജിനും സക്കീർ ഹുസൈനും എതിരെ താക്കീത് ചെയ്തത്. ജനപക്ഷയാത്രാ ഫണ്ട് പിരിവിന് സമാന്തരമായി പിരിവിന് നേതൃത്വം നൽകിയ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഹാരിസിനെതിരെ നടപടിക്കും ശുപാർശ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ തെറ്റായ പ്രചരണം നടത്തുകയും മാധ്യമ വാർത്തകൾ തെറ്റായി നൽകുകയും ചെയ്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റഫീഖിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റിന് മുന്നിലായി ഇരുമ്പ് പോസ്റ്റ് കുഴിച്ചിട്ടത് യാത്രക്കാർക്ക് തടസ്സമാകുന്നതായി പരാതി. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ പട്ടാമ്പി റോഡിന്റെയും കോഴിക്കോട് റോഡിന്റെയും ജംഗ്ഷനിൽ സ്ഥാപിച്ച വാഹനങ്ങൾക്കുള്ള സിഗ്നലിന്റെ മുന്നിലാണ് പുതുതായി ഇരുമ്പ് പോസ്റ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. സിഗ്നൽ പോസ്റ്റിനെ മറച്ചുകൊണ്ട് പുതിയ പോസ്റ്റ് സ്ഥാപിച്ചത് ഊട്ടി റോഡിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് സിഗ്നൽ ലൈറ്റ് മറയാൻ ഇടയായിട്ടുണ്ട്. സിഗ്നലിനായി കാത്തുനിൽക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് സിഗ്നൽ ലൈറ്റ് തെളിയുന്നത് കാണുന്നതിന് തടസ്സം നേരിടുന്നതായിട്ടാണ് ആക്ഷേപം ഉയരുന്നത്. ഈ പട്ടാമ്പി റോഡിലേക്ക് തിരിയണമത്തി ഇവിടുന്ന് കാണുന്ന വണ്ടികൾക്കൊന്നും സിഗ്നൽ കാണാനില്ല. ഈ പോസ്റ്റ് അധികൃതർ ഇത് ഇവിടെ നിന്ന് മാറ്റാത്തോടത്തോളം കാലം ഇവിടെ ആക്സിഡന്റ് കൂടാനും എന്തിനും ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് കഴിയുന്നത് ആ സിഗ്നലിൻ്റെ സേഫ്റ്റിയുള്ളത് കംപ്ലീറ്റ് അധികൃതർ ശ്രദ്ധപ്പെടുത്തിയിട്ട് അത് അവിടുന്ന് മാറ്റി ട്രാഫിക് നിയന്ത്രിച്ച് ക്ലിയർ ആക്കണം. ട്രാഫിക് ജംഗ്ഷനിൽ കൂടുതൽ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് വാഹന ഗതാഗതത്തെയും ബാധിക്കുന്നതായി ആക്ഷേപമുണ്ട്. കാൽനട യാത്രക്കാർക്കുള്ള വഴിയിൽ സ്ഥാപിച്ച പോസ്റ്റ് കാൽനട യാത്രക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി ആക്ഷേപമുണ്ട്. ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് വാഹനയാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും ആവശ്യം. പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷനിൽ ബസ്സിനടിയിൽപ്പെട്ട യുവതി മരിച്ചു. നിലമ്പൂർ സ്വദേശിനി അടുക്കത്ത് ജാഫർ അലിയുടെ ഭാര്യ ഹബീബയാണ് മരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിറവർണ്ണ തീരമോ മായതൻ ലോകമോ പുതുമ നിറയുന്നൊരീ കുടുംബത്തിന്റെ സന്തോഷം ജീവിതത്തിലുടനീളം. റീഗൽ ഡേ ടു ഡേ ഷറഫിയ ജിദ്ദ.
വിദ്യാഭ്യാസ രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ തിരൂർക്കാട് എം ഹൈസ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് രൂപം നൽകിയതായി ഭാരവാഹികൾ അറിയിച്ചു. 50 വർഷം പൂർത്തിയാക്കിയ തിരൂർക്കാട് എം ഹൈസ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി 1 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത്. നവംബർ 30-നാണ് ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ആരംഭിക്കുന്നത്. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും ഹയർ സെക്കൻഡറി പ്രഖ്യാപനവും ഗോൾഡൻ ജൂബിലി സ്മാരക ശിലാസ്ഥാപനവും വിദ്യാഭ്യാസ മന്ത്രി പി.കെ. അബ്ദുറബ് നിർവഹിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മന്ത്രി മഞ്ഞളാംകുഴി അലി ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ഇ. അഹമ്മദ് MP ഉദ്ഘാടനം ചെയ്യും. സാധാരണഗതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാർഷികം ജൂബിലി ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് തിരൂർക്കാട് സ്കൂളിൻ്റെ 50ാം പിറന്നാൾ ആഘോഷം തീരുമാനിച്ചിട്ടുള്ളത്. 50 വർഷം പിന്നിടുന്നത് പ്രമാണിച്ച് 50 കർമ്മ പരിപാടികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ 50 കർമ്മ പരിപാടികൾ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നാടിനും പൊതുവിൽ ഗുണം കിട്ടുന്ന രീതിയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷം സാധാരണഗതിയിൽ സംഘടിപ്പിക്കപ്പെടാറില്ല. കേവലം ആഘോഷം എന്നതിൽ പരിമിതപ്പെടാറാണ് പതിവ്. ഈ ഞായറാഴ്ച തുടങ്ങി 2015 നവംബർ 30 വരെ നീളുന്ന ഒരു വർഷത്തിനുള്ളിൽ ഈ 50 കർമ്മ പരിപാടികളും പല ദിവസങ്ങളിലായിട്ട് സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് രക്ഷാകർതൃ സംഗമവും കലാവിരുന്നും ടൂറിസം വകുപ്പ് മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. MLA TA അഹമ്മദ് കബീർ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കും. ജില്ലാ കലോത്സവങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ പ്രതിഭകളുടെ കലാവിരുന്ന് ഉദ്ഘാടന സമ്മേളനത്തിന് മാറ്റുപകരും. TV റിയാലിറ്റി ഷോകളിലെ ബാലപ്രതിഭകൾ മുഖ്യാതിഥികളായിരിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളിലൂടെ സ്കൂളിനെ മികവിന്റെ കേന്ദ്രമാക്കും. 50 ദരിദ്ര കുടുംബങ്ങളെ ദത്തെടുക്കും. പൂർവ്വ വിദ്യാർത്ഥികളുടെ പ്രൊഫഷണൽ മീറ്റും പ്രവാസി മീറ്റും ഗ്രാജുവേറ്റ് മീറ്റും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികളായ ഉമ്മർ അറയ്ക്കൽ, AK സുബൈർ, ഉസ്മാൻ താമരത്ത്, K യൂസഫ് അലി, K തൗഫീഖ് എന്നിവർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരൂർക്കാട് അരിപ്രയിൽ ബസ് അപകടം. യാത്രക്കാർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ജനപക്ഷ യാത്രക്കിടെ കലോത്സവം തടസ്സപ്പെടുത്തിയ സംഭവം. നേതാക്കൾക്കെതിരെ നടപടി. ട്രാഫിക് സിഗ്നൽ മറച്ച് ഇരുമ്പ് പോസ്റ്റ് സ്ഥാപിച്ചത് യാത്രക്കാർക്ക് പ്രയാസമാകുന്നതായി പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.